സഖാവ് ടി.കെ. ഹംസയെ വിജയിപ്പിച്ച ആളുകൾ ഇന്ന് സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുക. ആ ടി.കെ. ഹംസ 5 വർഷം മഞ്ചേരി പാർലമെന്റിൽ ഒരു MP ആയി അദ്ദേഹത്തിന്റെ 10 കോടി രൂപ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൽ നിന്ന് നീക്കിവെച്ചതായി കാണാൻ സാധിക്കുകയില്ല. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു നയാ പൈസയുടെ വികസനത്തിനും അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ഒരു തുക പോലും അനുവദിച്ചില്ല. എന്തിനേറെ പറയുന്നു, വാഴക്കാട്ടെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ള വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബിൽഡിംഗിന്റെ മുകളിലേക്ക് ഒരു മരം വീണപ്പോൾ 3 ക്ലാസ് റൂം അടക്കം നഷ്ടപ്പെട്ട സമയത്ത് അന്ന് MP ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. അന്ന് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ആ കെട്ടിടം റിപ്പയർ ചെയ്യുന്നതിന് 1 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റേതാണ് ഹൈസ്കൂള്, ഞാനതിൽ പണം ചെലവഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയ മനുഷ്യൻ അവസാനം അദ്ദേഹത്തിന്റെ 10 കോടി രൂപയിൽ നിന്ന് 6 കോടി രൂപയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ ഒരു MP മത്സരിച്ചു. അന്നൊരു മാറ്റത്തിന് വോട്ട് ചോദിച്ച് വാങ്ങിയ ആളുകളോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പഞ്ചായത്തിലെ ഒരു വികസന കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയാത്ത ഇടതുപക്ഷ മുന്നണിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വികസന മുന്നണിയും ഒരു കപട മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ചില വാർഡുകളിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മുടെ നാടിന്റെ പേരുള്ള ഒരു മന്ത്രി ഇന്ന് കേരള നിയമസഭയിലുണ്ട്, സഖാവ് എളമരം കരീം. അദ്ദേഹത്തിന്റെ നാട് നമ്മുടെ വാഴക്കാട് പഞ്ചായത്തിലെ 7ാം വാർഡ് 8ാം വാർഡിലെ എളമരത്ത. അദ്ദേഹം ഇവിടെ മത്സരിച്ച് കോഴിക്കോട് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായി ഇന്ന് വരെ തന്റെ ജന്മനാട്ടിലേക്ക് ഒരു റോഡിലെങ്കിലും 1 ലക്ഷം രൂപ അനുവദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു നയാ പൈസയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിന്റെ ആ മന്ത്രിക്ക് ഈ നാട്ടുകാരനായി